എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടഫ് ഹാർട്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടറിയുന്ന വിശേഷങ്ങളെക്കുറിച്ചാണ്. അതിൽ ഒരിടത്ത് കണ്ണുനീർ, അതായത് ആശന്മാരുടെ കണ്ണുനീർ, മറ്റൊരിടത്ത് കോൺഗ്രസ്സുകാരുടെ കരിദിനം, മൂന്നാമതൊരു സ്ഥലത്ത് ആഘോഷങ്ങളുടെ പൊടിപൂരം, ഉല്ലാസമേളകൾ, അത് മറുവശത്ത്. ഇതിനിടയ്ക്കാണ് പാമ്പിടിച്ചൊരു ദളിത് സ്ത്രീയെ സ്റ്റേഷനിൽ ചെയ്യാത്ത കുറ്റത്തിന് കൂട്ടിക്കൊണ്ടുവന്ന് രാത്രി മൊത്തം ഇരുന്ന് തെറിയ അഭിഷേകം നടത്തി കുടിക്കാൻ ദാഹവലം ചോദിച്ചപ്പോൾ ടോയ്ലറ്റിൽ കക്കൂസിപ്പോയി കുടിച്ചോളാൻ പറയും. ഇനി അത് മൂത്രം കുടിക്കാൻ പറഞ്ഞെന്നറിയില്ല. അത് ഒരുപക്ഷെ അത് കേട്ടെങ്കിൽ ആ സ്ത്രീയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മൂത്രത്തിൻ്റെ പേര് പറഞ്ഞില്ല. അത് സാധാരണ നടക്കും. ഫലം മറ്റൊന്നുമില്ല, അവർ കുറച്ച് മണിക്കൂറുകൾ അതിൻ്റെ അകത്ത് ആ പീഡനമല്ല, തെറിയ അഭിഷേകം അതൊക്കെ അങ്ങോട്ട് കേട്ടു. അവസാനം ആ ഗ്രേഡ് എസ്ഐക്ക് ഒരു സസ്പെൻഷൻ. അദ്ദേഹം ഇനി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും വിത്ത് പ്രൊമോഷൻ. ഇത് നമ്മുടെ സാധാരണ നടക്കുന്നൊരു മാമാങ്കമാണ്. ശശി അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹം കാണിച്ച എന്തൊക്കെയാണെന്ന് അതും പത്രത്തിൽ വായിക്കാനിടയിൽ അത് ഞാൻ പറയുന്നില്ല. എന്തായിരുന്നാലും ഈ ആഘോഷം നടക്കുന്ന ഈ ക്യാപ്റ്റൻ ഒന്നും സ്വൈരമായിട്ട് വിടാൻ ഇവരാരും തയ്യാറല്ല. ഇനിയിപ്പോൾ എന്തോ തീപ്പന്തം കൊളുത്തും പോലും 100 വർഷത്തെ തീപ്പന്തം കൊളുത്ത് ആ തീപ്പന്തത്തെ ആശാമാരുടെ കണ്ണുനീര് കൊണ്ട് ആ തീപ്പന്തത്തെ അണയ്ക്കും. ഇതെല്ലാം ചെയ്തിട്ട് ഇവിടെ ആരെന്തനങ്ങാനാണ്? കാര്യം കോൺഗ്രസ്സുകാരിപ്പോൾ ആകെ ഇത്തിരി തിരക്കിലാണ്. കാര്യം ഇപ്പോൾ എല്ലാവരും പോയിരിക്കുന്ന ശശി തരൂരിൻ്റെ പിന്നാലെയാണ്. ശകലം ശമിച്ചെന്ന് തോന്നുന്നു കോൺഗ്രസ്സുകാർ. പക്ഷേ എങ്കിലും അവരിങ്ങനെ വീറും വാശിയോട് നിൽക്കുകയാണ്. എന്നാണ് ഇവരുടെയൊക്കെ അണ്ടർ ഗാർമെൻറ്റ്സ് അടിച്ചുകൊണ്ട് പോകാൻ വേറെ ആൾക്കാർ കാത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ മാമാങ്കം നടത്തുന്നവരെ കുറിച്ച് ഇവരൊന്നും അറിയുന്നില്ല. പോട്ടെ. കാരണം ഇവരെല്ലാം ഇപ്പോഴും മത്സരരംഗത്ത് തന്നെ. ഇവരുടെ മത്സരരംഗവും ഈ തമ്മിത്തല്ലും ഒക്കെയാണ് നമ്മൾ വീണ്ടും മാമാങ്കൾ വീണ്ടും അടുത്ത 3ാം മന്ത്രിസഭയും വന്നുകൂടായികയില്ല. അത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ്. അതെ, നമുക്കൊന്ന് കണ്ടറിയാം ഇതിൻ്റെ അവസാനം എന്താണൊക്കെയെന്ന്. എനിവേ, നമ്മുടെ ഈ കോടികൾ ചിലവഴിച്ചിട്ടുള്ള ഈ മാമാങ്കങ്ങൾ എന്താണ് ഇതിൻ്റെ നേട്ടം എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അതിന് മാറ്റുകൂട്ടാൻ എനിക്ക് തോന്നി ഇപ്പോൾ നമ്മുടെ മൈക്കൽ ജാക്സൺ മോഡലിൽ വേടനും എന്തോ പാർട്ടിസിപ്പേറ്റ് ചെയ്തതായിട്ടാണ് അറിയുന്നത്. നല്ലത്. ഈസ് എ ഗുഡ് പ്രോഗ്രാമർ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെങ്കിൽ മൊത്തം കാണാറില്ല. ആ ഒരു ഇങ്ങനെ ഫ്ലാഷ് ബാക്കിൽ നിന്ന് ആൾക്കാർ ജനക്കൂടി അതിനെപ്പറ്റി പറഞ്ഞു. വേടൻ്റെ പാട്ടൊന്നും കേൾക്കാനുള്ള സാഹചര്യം അതിലുണ്ടാകുന്നില്ല. പോട്ടെ. ഐ തിങ്ക് അത് വേണമെന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നിങ്ങളുടെ പ്രോഗ്രാം വരുമ്പോൾ അത് മൊത്തം പാട്ടൊക്കെയാണ്. പ്രസംഗത്തിൽ കൂടുതൽ പാട്ടും ഇച്ചിരി താളമൊക്കെ മാറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി എനിക്കൊന്ന് പറയാനുള്ളത്, ജനമാകെ വളരെ ബുദ്ധിമുട്ടിൽ ഓരോ ദിവസം കഴിച്ചുകൊണ്ട് ഇപ്പോൾ സ്കൂൾ തുറക്കുന്നു. പിള്ളേരെ സ്കൂളിൽ ചേർക്കാനും ബുക്ക് വാങ്ങാനും യൂണിഫോം വാങ്ങാനും നെട്ടോട്ടം ഓടുകയാണ്. അപ്പോൾ ആ ചിലവാകുന്ന കോടികൾ ഇങ്ങനെ പാവം നിർദ്ധനായ പിള്ളേർക്ക് എന്തെങ്കിലും ചെറിയൊരു ധനസഹായം ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അതിന് മാറ്റുകൂട്ടും. ഈ മാമാങ്കം നടക്കുന്നിടയ്ക്ക് ആ ഏരിയയിലുള്ള കുറച്ച് പിള്ളേരെ വിളിച്ച് ഫ്രീ യൂണിഫോം കൊടുക്കുക. നിങ്ങൾക്ക് പല തരികിടെ അറിയുമല്ലോ. അതുകൊണ്ട് അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇതിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു ചെറിയൊരു ക്ലൂ നന്നായിരിക്കും. അതേ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്ന് ഇതൊക്കെ എടുത്ത് കൊടുക്കുന്ന ഒരു പത്രത്തിൽ കൊടുത്ത് നിങ്ങൾ കാത്തിരിക്കുമ്പോൾ ഏറ്റവും കോളടിച്ചിരിക്കുന്ന ഇവിടെ മാധ്യമക്കാരാണ്. അത് കളർ ഫോട്ടോ എല്ലാം അങ്ങോട്ട് അടിച്ച് പൊളിച്ച് ഇങ്ങനെ പത്രത്തിൽ അങ്ങോട്ട് വിടുകയാണ്. പിന്നെ ഇതിനിടയ്ക്ക് റോഡ് പണിയെയും കുഴിക്കും പൊട്ടിക്കും, പൈപ്പുകാർ അതിലെ വരും. അതിരിക്കുമ്പോൾ ഈ മരാമത്ത് മന്ത്രിക്കൊരു സ്വസ്ഥത കൊടുക്കുന്നില്ല. എന്താണെന്നറിയില്ല. അദ്ദേഹം പുതിയ ആളാണ്. വലിയ പരിചയം ഈ ഫീൽഡിൽ കുറവാണെങ്കിലും അദ്ദേഹത്തിന് ഉള്ള ഒരു ബേസിക് പരിചയം വെച്ചാണ് മന്ത്രിയായത്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ ആ മരാമത്ത് ഇതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അതിനെപ്പറ്റി വലിയ പിടിയില്ല. പക്ഷേ ഇനിയിപ്പോൾ സ്ക്രൂ ഡ്രൈവർ എന്താണ്,
കട്ടിംഗ് പ്ലെയർ എന്താണ്, ഷൗൽ എന്താണ്, കുന്താലി എന്താണ്, ചൂൽ എന്താണെന്നൊക്കെ അവർക്ക് ഇപ്പോഴൊക്കെ ഏതാണ്ട് മനസ്സിലായി കാണും. അതൊക്കെ ഒന്ന് ആ ടൂൾസിൻ്റെ പേരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നതിന്. അപ്പോൾ ഇനി അടുത്ത് വരുന്ന മന്ത്രിസഭയിൽ ഏത് മരാമത്ത് മന്ത്രി വരികയാണെങ്കിൽ അത് ജയിക്കുന്ന പാർട്ടിക്കാർ ആ മരാമത്തുമായിട്ട് ഇത്തിരി ബന്ധമുള്ള അറ്റിൽ ഒന്നുമില്ല എന്തെങ്കിലും മൂത്ത മേശനം പിടിച്ച് മരാമത്ത് മന്ത്രിയായാലും നല്ല രീതിയിൽ പണി നടക്കും. അതായിരിക്കും നല്ലത്. കൂടുതൽ നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് എന്ത് പറയാൻ എല്ലാവർക്കും അറിയാം. ഇവിടെ നടക്കുന്ന ഓരോ കളികളും ഒക്കെ അറിയാം. കോടികളിട്ട് ചിലവഴിക്കുമ്പോൾ ഇപ്പോൾ തന്നെ വീണ്ടും വിളി തുടങ്ങിയെന്ന് തോന്നുന്നു. കേന്ദ്രത്തിലേക്ക് പൈസ വേണം ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ. കൊടുത്ത പൈസ അതിൻ്റെ കണക്ക് അങ്ങോട്ട് കൊടുക്കാൻ കുറച്ച് വൈകും. കാര്യം അതിനുള്ള സംവിധാനം ഇവിടെ ആയില്ല. അത് മാറ്റി ഇത് കറങ്ങി ചുറ്റി തിരിച്ച് പൂർവ്വസ്ഥാനത്ത് എത്തണമെങ്കിൽ അതിന് സമയമെടുക്കും. എന്തായിരുന്നാലും നമ്മുടെ ഇതിൽ ഏറ്റവും നമ്മൾ അവാർഡ് കൊടുക്കേണ്ടത് നമ്മുടെ ധനമന്ത്രിക്കാണ്. അദ്ദേഹം അടിച്ചു പൊളിച്ച് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. ട്രഷറി നോ പ്രോബ്ലം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ട്രഷറി കുറച്ച് വിലക്ക് ഏർപ്പെങ്കിൽ പിന്നെ അതൊക്കെ പൈസ എവിടെ വന്ന് അത് ക്ലിയർ ആയിക്കോളും. കാരണം കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുന്ന പൈസ എന്തിനാണോ അതിനല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണികൾ അവർ ചെയ്യുന്നുണ്ട്. ഇതുണ്ട് ആൾക്കാർ സാധിക്കുകയാണെങ്കിൽ ഈ 100 ചില്ലറ കോടി ചിലവാക്കാൻ ഈ പൈസ പാവപ്പെട്ട ജനങ്ങളുടെയാണ്. മാവേലി സ്റ്റോറിൽ എല്ലാ സാധനവും ഉണ്ടെന്ന് പത്രപരസ്യം വരെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോഴും തീർന്നേ ഉള്ളൂ, നാളെ വരുമെന്നുള്ളൊരു മറുപടിയും. എന്തായിരുന്നാലും എല്ലാ മന്ത്രിമാർക്കൊക്കെ നല്ല ദളിത് യുവതിയെ കേസിൽ കുടുക്കിയ അവർക്കെന്താ പാരിതോഷികം കൊടുക്കുക എന്നറിയില്ല. പിന്നെ എനിക്ക് പോലീസുകാരെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. മുൻകാലങ്ങളിൽ പോലീസിൽ വേണ്ടത് കൊമ്പം മീശയും കുറച്ച് കുടവയറും കുറച്ച് പൊക്കവും തെറിവിളിയും ഇതൊക്കെയാണ് ആവശ്യമുണ്ട്. അതിൻ്റെ എല്ലാ കാലങ്ങൾ മാറ്റി വന്ന മന്ത്രിസഭകളെല്ലാം മാറ്റി നല്ല ഒരു സ്റ്റഡി കൊണ്ടുവന്നെങ്കിൽ ചില കുഴിത്തുരുമ്പുകൾ ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതെന്തോ അവരുടെ പിൻഗാമികളാണെന്ന് അറിയില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പാവം നല്ല വിദ്യാഭ്യാസം യോഗ്യതയൊക്കെ ഉള്ള ഒട്ടനവധി ആൾക്കാരുടെ ഏതാണ്ട് 90% അങ്ങനെ വിദ്യാഭ്യാസ യോഗമുള്ളവരാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കുഴിത്തുരുമ്പുകൾ കയറി അവരുടെ യോഗ്യത ഇല്ലാതാക്കരുത്. ഒരു ചെറിയ റിക്വസ്റ്റാണ്. അതുകൊണ്ട് ഈ വനിതാ പോലീസും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അവരും ഏതാണ്ട് ഈ തെരുവിലേക്ക് ഒന്ന് കേട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കേൾക്കുന്നത്. അവർ ഇടയ്ക്ക് ഈ അതിശയമൊക്കെ നടത്താറുണ്ട്, പെണ്ണുങ്ങളോട്, ആണുങ്ങളോടല്ല. സോ നമുക്ക് നമ്മുടെ കേരളത്തെക്കുറിച്ച് എന്ത് പറയാനുള്ള ന്യൂസുകളൊക്കെ തന്നെയാണ്. ഇത് ഡെയിലി ഇറ്റ് ഈസ് എ റൊട്ടൈൻ. പിന്നെ സന്തോഷമായിട്ടുള്ളൊരു വാർത്ത, ഈ റെഗുലറായിട്ട് മയങ്ങ് വരുന്ന കഞ്ചാവും അതിങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സൈഡിൽ ഇങ്ങനെ പിടിക്കും, മറ്റൊരു സൈഡിൽ കച്ചവടം നടക്കും. ദാറ്റ് ഈസ് ഒരു ഓപ്പൺ മാർക്കറ്റായി മാറിക്കഴിഞ്ഞു. അതിനിപ്പോൾ ഇതിന് എവിടെ ഒരു അവസാനം എത്തുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. നോ പ്രോബ്ലം, അവർ നടത്തട്ടെ. കാര്യം അതിൻ്റെ വിഹിതങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കിട്ടിക്കാണുമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. കാര്യം അതിനും വേണ്ടി കുറച്ച് പൈസ ചിലവാക്കുന്നുണ്ട്. ഇഷ്ടംമാതിരി, കുറച്ചല്ല, ഇഷ്ടംമാതിരി ചിലവാക്കുന്നു. അത് യഥാർത്ഥത്തിൽ എവിടേക്ക് എങ്ങനെ ചിലവാക്കുന്നത് അത് കണക്ക് കഴിക്കാൻ പാടില്ല. അത് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. എന്തായിരുന്നാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. ഒരു സൈഡ് ആശമാരുടെ കണ്ണിന്, മറുവശത്ത് കോൺഗ്രസിൻ്റെ കണ്ണിന്, മറ്റൊരു വശത്ത് ഉല്ലാസ പൂത്തിരികൾ. അതായത് നമ്മുടെ ഭരണവർഷത്തിൻ്റെ 4ാം വർഷ ആഘോഷം അതിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. ഒപ്പം മാറ്റുകൂട്ടാൻ വേടൻ്റെ പാട്ടം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ.